ഹലോ ഫ്രണ്ട്സ്, സെക്കൻഡ് സെമിസ്റ്റർ AECയിലെ ചാപ്റ്ററായ ടോട്ടൽ എക്ലിപ്സ് ആനി ഡിലാർഡിൻ്റെ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ ഭാഗം ടോട്ടൽ എക്ലിപ്സ് എന്ന ലേഖനത്തിൽ നിന്നുള്ളതാണ്. എഴുത്തുകാരി ഒരു സൂര്യഗ്രഹണം നേരിൽ കണ്ട അനുഭവം വിവരിക്കുകയാണ്. പക്ഷേ അത് വെറും ശാസ്ത്രീയമായ സംഭവം മാത്രമല്ല, മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം, ഭയം, ഏകാന്തത, സമയം, വിശ്വസിൻ്റെ വെളുപ്പ് എന്നിവയെക്കുറിച്ചുള്ള ആഴമുള്ള ചിന്തകളിലേക്കാണ് അവൾ പോകുന്നത്. The author and essay. Annie Dillard is a Pulitzer Prize-winning American writer known for mediating on nature to understand life's mysteries. ആനി ഡില്ലാർഡ് ഒരു പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരിയാണ്. പ്രകൃതിയെ ആഴത്തിൽ നിരീക്ഷിച്ച് ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അവരുടെ രചനകളുടെ പ്രത്യേകത. അവർക്ക് പ്യുലിറ്റ്സർ പ്രൈസ് എന്ന വലിയ സാഹിത്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. Total Eclipse uses the 1979 eclipse as a lens to examine how a natural event transforms both the outer world and inner consciousness. 1979 സൂര്യഗ്രഹണത്തെ ആസ്പദമാക്കി ഒരു പ്രകൃതി ദൃശ്യം മനുഷ്യൻ്റെ പുറത്തുള്ള ലോകത്തെയും ഉള്ളിലെ മനസ്സിനെയും എങ്ങനെ മാറ്റിമറിക്കുമെന്ന് എഴുത്തുകാരി പരിശോധിക്കുന്നു. ഗ്രഹണം ഒരു ലെൻസ് പോലെ പ്രവർത്തിക്കുന്നു, അതിലൂടെ ജീവിതത്തെ പുതിയ രീതിയിൽ കാണാൻ സാധിക്കുന്നു. രണ്ടാമത്തേതാണ് ദ എക്സ്പീരിയൻസ് ഓഫ് ദ എക്ലിപ്സ്. Dillard describes the eclipse not as the familiar moon but as an alien, terrifying black body sliding across the sun. ഗ്രഹണസമയത്ത് ചന്ദ്രൻ സാധാരണ കാണുന്ന ശാന്തമായ ചന്ദ്രനായി തോന്നിയില്ല, മറിച്ച് ഭയപ്പെടുന്ന ഒരു അന്യഗ്രഹ വസ്തുവിനെ പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. അത് സൂര്യൻ്റെ മുകളിൽ പതുക്കെ നീങ്ങുന്ന ഒരു ഇരുണ്ട ഭീകരരൂപമായി അദ്ദേഹത്തിന് തോന്നി. ലൈക്ക് ലിഡ് ഓഫ് എ പോട്ട് ഓർ ലെൻസ് കവർ. ചന്ദ്രൻ സൂര്യനെ മൂടുന്ന ദൃശ്യം ഒരു പാത്രത്തിൻ്റെ മൂടി അടയ്ക്കുന്നത് പോലെയാണ് ക്യാമറയുടെ ലെൻസ് കവർ ഇടുന്നത് പോലെയോ തോന്നി. അപ്രതീക്ഷിതമായ ഇരുട്ട് ഈ ഉപമ കൊണ്ട് വ്യക്തമാക്കുന്നു. ഇറ്റ്സ് അപ്പിയറൻസ് ഫെൽ ലൈക്ക് എ മഷ്റൂം ക്ലൗഡ്, ഓവർവെൽമിംഗ് മീനിങ് ഇറ്റ് സെൽഫ്. ആ കാഴ്ച ഒരു ആണവ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടാകുന്ന മഷ്റൂം ക്ലൗഡ് പോലെ ഭയാനകമായിരുന്നു. അത് മനുഷ്യരുടെ സാധാരണ അർത്ഥബോധത്തെയും ചിന്തകളെയും ഇല്ലാതാക്കുന്ന അനുഭവമായിരുന്നു. ദ സൈറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്ലി ഹൊറിഫൈങ് യെറ്റ് ഇമ്പോസിബിൾ ടു ഇഗ്നോർ. ആ കാഴ്ച സ്വഭാവത്തിൽ തന്നെ ഭയാനകമായിരുന്നു, എന്നാൽ അതിൽ നിന്ന് കണ്ണ് മാറ്റാനും കഴിയില്ലായിരുന്നു. ഭയവും ആകർഷണവും ഒരുമിച്ചുണ്ടായിരുന്നു. ഇറ്റ് ഒബ്ലിറ്ററേറ്റഡ് സിഗ്നിഫിക്കൻസ്. നോ പീപ്പിൾ, നോ സിഗ്നിഫിക്കൻസ്. ഗ്രഹണത്തിൻ്റെ മുന്നിൽ മനുഷ്യരും അവരുടെ പ്രശ്നങ്ങളും അർത്ഥമില്ലാത്തവയായി തോന്നി. മനുഷ്യരുമില്ല, പ്രാധാന്യമില്ലെന്ന നിലയിലേക്ക് ലോകം മാറിയതായി അവൾക്ക് അനുഭവപ്പെട്ടു. The world during totality. During totality, the world became unfamiliar and still. പൂർണ്ണ ഗ്രഹണസമയത്ത് ലോകം പൂർണ്ണമായും വ്യത്യസ്തമായി തോന്നി. എല്ലാം നിശ്ചലവും അന്യവുമായ ഒരു ലോകമായി മാറി. The hills were hushed, obliterated, and the sky showed a hollow ring of light. കുന്നുകളും പ്രകൃതിയും ശബ്ദമില്ലാതെ നിശബ്ദമായി. ആകാശത്ത് സൂര്യൻ്റെ ചുറ്റും വെറും ഒരു വെളിച്ചവളയം മാത്രം കാണപ്പെട്ടു. ഡില്ലാർഡ് ആർഗ്യൂസ് ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ലാംഗ്വേജ് ഫെയിൽ ടു ക്യാപ്ചർ ഇറ്റ്. ഈ അനുഭവം ഫോട്ടോകളിലൂടെയും വാക്കുകളിലൂടെയും പൂർണ്ണമായി വിവരിക്കാൻ കഴിയില്ലെന്ന് എഴുത്തുകാരി പറയുന്നു. ലെൻസസ് ആൻഡ് വേർഡ്സ് enlarge the sight, omit its context, turning a fearsome cosmic event into a pretty and sensible picture. ക്യാമറയും ഭാഷയും യഥാർത്ഥ അനുഭവത്തിൻ്റെ ആഴം നഷ്ടപ്പെടുത്തുന്നു. ഭയപ്പെടുത്തുന്ന സംഭവത്തെ വെറും മനോഹരമായ ചിത്രമായി മാത്രമാണ് അവ മാറ്റുന്നത്. The real experience was awful and worst. യഥാർത്ഥ അനുഭവം അതീവ ഭയാനകവും അതിരുകളില്ലാത്തതുമായിരുന്നു. എ ഡാർക്കൻഡ് വേൾഡ് where town lights glowed, the sky was black and white, and the sun became a small white ring. ലോകം ഇരുണ്ടുപോയി, നഗരത്തിലെ വിളക്കുകൾ തെളിഞ്ഞു, ആകാശം കറുപ്പും നിലാവും കലർന്ന നിറമായി, സൂര്യൻ ചെറിയ വെളുത്ത വളയമായി മാത്രം കാണപ്പെട്ടു. ഫിലോസോഫിക്കൽ റിഫ്ലക്ഷൻ, ടൈം, സ്പേസ്, മൂവ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഡില്ലാർഡ് കമ്പൈൻസ് ദ എക്ലിപ്സ് റിംഗ് ടു ദ ക്രാബ് നെബുല ആൻഡ് ലൈക്കൺ. ഗ്രഹണത്തിൻ്റെ വെളിച്ച വളയത്തെ അവൾ ക്രാബ് നെബുല എന്ന ബഹിരാകാശ വസ്തുവിനോടും ലൈക്കൺ എന്ന സസ്യത്തോടും താരതമ്യം ചെയ്യുന്നു. തിങ്സ് ഇൻ വിറ്റ്ലെസ് മോഷൻ ദാറ്റ് സീം സ്റ്റാറ്റിക് ഡിസ്പൈറ്റ് മാസീവ് ചേഞ്ച്. വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിശ്ചലമായതായി തോന്നുന്നു. അതിനെ വിറ്റ്ലെസ് മോഷൻ എന്നും പറയുന്നു. ദ ക്രാബ് നെബുല എക്സ്പാൻഡ് 70 million miles a day but appears still. ക്രാബ് നെബുല ദിവസേന കോടിക്കണക്കിന് മൈൽ വ്യാപിക്കുന്നുവെങ്കിലും മനുഷ്യർക്ക് അത് നിശ്ചലമായതുപോലെയാണ് തോന്നുന്നത്. സം ലൈക്കൺസ് ഗ്രോ അൺഡിറ്റക്റ്റബിളി ഓവർ 50 years yet alive. ചില ലൈക്കൺസ് 50 വർഷം കൊണ്ട് വളരെ ചെറിയ രീതിയിൽ മാത്രമേ വളരൂ, പക്ഷേ അവ ജീവിച്ചു കൊണ്ടിരിക്കും. The eclipse had nothing to do with anything.
ഗ്രഹണം മനുഷ്യ ജീവിതത്തോട് ബന്ധമില്ലാത്ത സ്വന്തം രീതിയിൽ നിലനിൽക്കുന്ന ഒരു വിശ്വസംഭവമാണെന്നും അവൾക്ക് തോന്നി. എക്സിസ്റ്റൻഷ്യൽ ആഫ്റ്റർമാത്ത്. ആഫ്റ്റർ ടോട്ടാലിറ്റി ഡില്ലാർഡ് ഫെൽറ്റ് ദ വേൾഡ് വാസ് ടു സ്മോൾ ആൻഡ് ടു കോൾഡ് ആൻഡ് ടു ഫാർ അവേ. ഗ്രഹണത്തിനു ശേഷം ലോകം വളരെ ചെറുതും തണുത്തതും ദൂരെയുമായി അവൾക്ക് അനുഭവപ്പെട്ടു. ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. The white ring seems feeble and worthless like a useless memory. സൂര്യൻ്റെ വെളുത്ത വളയം പിന്നീട് ശക്തിയില്ലാത്തതും വിലകുറഞ്ഞ ഓർമ്മ പോലെയും അവൾക്ക് തോന്നി. The darkness made the earth and sky look as they might in the memories of the careless dead. ഇരുട്ട് ഭൂമിയെയും ആകാശത്തെയും മരിച്ചവരുടെ മങ്ങിയ ഓർമ്മകളെ പോലെ തോന്നിച്ചു. She describes a feeling of being alone in eternity. അവൾക്ക് ആനന്ദകാലത്തിനുള്ളിൽ പൂർണ്ണ ഏകാന്ത അനുഭവപ്പെട്ടു. മനുഷ്യൻ വിശ്വത്തിൽ എത്ര ചെറുതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. The dead forget the living and loved ones. മരണം കഴിഞ്ഞാൽ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നവരെ സ്നേഹബന്ധങ്ങളെയും മറക്കുന്ന ദുഃഖകരമായ ചിന്തയാണ് ഇവിടെ കാണുന്നത്. The experience revealed a substrate beneath reality. ഈ അനുഭവം ലോകത്തിൻ്റെ പുറത്തുള്ള യാഥാർത്ഥ്യത്തിന് അടിയിൽ മറ്റൊരു ആഴമുള്ള സത്യത്തെ അവൾക്ക് കാണിച്ചു കൊടുത്തു. എ യൂണിഫൈഡ് ഫീൽഡ് ഓഫ് എക്സ്പ്ലിക്കബിൾ കെയറിംഗ് ദാറ്റ് ഗീവ്സ് ലൈഫ് മീനിങ്. ജീവിതത്തിന് അർത്ഥം നൽകുന്നു. വിശദീകരിക്കാൻ കഴിയാത്തൊരു ബന്ധവും കെയറിങ്ങും എല്ലാറ്റിൻ്റെയും അടിയിൽ നിലനിൽക്കുന്നുവെന്നും അവൾ വിശ്വസിക്കുന്നു. കോർ തീം എന്ന് പറയുന്നത് ദ എക്ലിപ്സ് ഇസ് നോട്ട് ജസ്റ്റ് ആൻ ആസ്ട്രോണമിക്കൽ ഇവൻറ്റ്. സൂര്യഗ്രഹണം വെറും ശാസ്ത്രീയ സംഭവം മാത്രമല്ല, ബട്ട് എ കോൺഫ്രണ്ടേഷൻ വിത്ത് സ്കെയിൽ, ഇൻസിഗ്നിഫിക്കൻസ് ആൻഡ് മോർട്ടാലിറ്റി. മനുഷ്യൻ്റെ ചെറുപ്പം, മരണസത്യവും വിശ്വത്തിൻ്റെ അതിരില്ലാത്ത വലിപ്പവും നേരിട്ട് കാണിക്കുന്ന ഒരു അനുഭവമാണത്. ഇറ്റ് സ്ട്രിപ്സ് എവേ ഹ്യൂമൻ മീനിങ്. മനുഷ്യൻ സൃഷ്ടിച്ച അർത്ഥങ്ങളും അഭിമാനങ്ങളും ഗ്രഹണം ഇല്ലാതാക്കുന്നു. റിവീലിംഗ് ദ ടെറിഫൈങ് ഇൻഡിഫറൻസ് ഓഫ് ദ കോസ്മോസ്. മനുഷ്യരെ കുറിച്ചൊന്നും പരിഗണിക്കാത്ത പോലെ തോന്നുന്ന ഭയാനകമായ സത്യം അത് തുറന്നുകാട്ടുന്നു. വൈൽ ഓൾസോ ഹിൻറ്റിങ് അറ്റ് എ ഡീപ്പർ കണക്ഷൻ ബിനീത്ത് എവറിത്തിങ്. എന്നാൽ അതേസമയം എല്ലാത്തിനും അടിയിൽ ഒരു ആഴത്തിലുള്ള ബന്ധം നിലനിൽക്കുന്നുവെന്ന സൂചനയും ഇവയിലൂടെ കിട്ടുന്നുണ്ട്. ഈ ലേഖനത്തിലൂടെ ആനി ഡില്ലാർഡ് സൂര്യഗ്രഹണത്തെ വെറും പ്രകൃതി ദൃശ്യം എന്നതിലുപരി മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം, ഭയം, ഏകാന്തത, വിശ്വത്തിൻ്റെ മഹത്വം എന്നിവയെക്കുറിച്ചുള്ള ദാർശനിക അന്വേഷണവുമായി അവതരിപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.